മക്കളെ വെൽക്കം ബാക്ക് അഗെയിൻ ടു സൈലം ലേണിംഗ്. നമ്മളിത് അടുത്ത ഒരു ചാപ്റ്ററിന്റെ വൺ ഷോർട്ട് റിവിഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. മോർഫോളജി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ എല്ലാ ഫീച്ചേഴ്സും ആണ് നമ്മളിങ്ങനെ പഠിച്ചു വരുന്നത്. അപ്പൊ മോർഫോളജി പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്താണ് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ പ്രത്യേകതകൾ, അവരെങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിന്റെ വെജിറ്റേറ്റീവ് പാർട്സിന്റെ തന്നെ അതിന്റെ ഏറ്റവും ഉള്ളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്, അതായത് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ്. അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡീനെ അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റം, മസിൽ സിസ്റ്റം, നമ്മുടെ ബ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻജിയോസ്പേംസിന്റെ അനാറ്റമിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന് വല്ലാതൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മോർഫോളജി പോലെ തന്നെ അനാറ്റമി ഏകദേശം ഒരു 3 to 4 മാർക്സിനാണ് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ മാർക്കിന് വെയിറ്റേജ് വരുന്നത്. ബോർഡ് എക്സാമിന് ഏകദേശം 4 മാർക്കിന് വരെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണിത്, ഈ ഒരു അനാറ്റമി എന്ന് പറയുന്ന ചാപ്റ്റർ. രണ്ടാമത്തെ കാര്യം, ക്രിസ്മസ് എക്സാമിന് ഏകദേശം 5 മുതൽ 6 മാർക്കിന് വരെ, ക്രിസ്മസ് എക്സാമിന് ഏകദേശം 5 മുതൽ 6 അല്ല 7 മാർക്കിന് വരെയും ചോദിക്കാം. 6 മാർക്ക് വരെ എവിടെ ചോദിക്കാം, ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഡയഗ്രംസ് എന്ന് പറയുന്നത്. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അനാറ്റമിയിൽ നിന്നും നിങ്ങളോട് ചോദിക്കുന്നത്. അത് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും നിങ്ങളോട് ചോദിക്കുന്നതാണ്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിയറിക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി എക്സാമിന് കൂടാതെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഇത് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കമ്പാരിസൺ ആണ്. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ അനാറ്റമി ഓഫ് റൂട്ട് പഠിക്കാനുണ്ട്, സ്റ്റെമ്മ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ലീഫ് പഠിക്കാനുണ്ട്. എല്ലാത്തിൻ്റെയും മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിഷ്യൂ സിസ്റ്റം ആണ്. കാരണം സെല്ലുലാർ ലെവലിലാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററിലാണ് നമ്മൾ ടിഷ്യൂ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ, വാട്ട് ആർ ടിഷ്യൂസ്? എന്താണ് ടിഷ്യൂസ്? ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെ, സെല്ലിന്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് എന്നാണ്. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവ് കോമൺ. നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിച്ച ലെവലിലാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽ നമ്മൾ പറഞ്ഞു നിർത്തും. പക്ഷേ നിങ്ങൾ +1 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് 3 പോയിന്റ് ആലോചിക്കണം. ഒന്ന്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് അല്ലെ, അവർ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, ബട്ട് ദേ ഹാവ് കോമൺ ഒറിജിൻ. അവര് ഒരിടത്തു നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ആൻഡ് ദേ ഹാവ് കോമൺ ഫങ്ഷൻ. ഈ 3 പോയിന്റ് നിങ്ങൾ ടിഷ്യൂസിന്റെ കാര്യത്തിൽ ഓർത്ത് വെക്കണം. ദേ ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ഹാവ് കോമൺ ഒറിജിൻ ആൻഡ് ദേ പെർഫോമിംഗ് എ കോമൺ ഫങ്ഷൻ. ഇത്രയും ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ ടിഷ്യൂസ് എന്ന് പറയുന്നത്. Tissues are classified into 2 main groups, namely meristematic and permanent tissue, based on whether cells being formed are capable of dividing or not. ടിഷ്യൂസിനെ നമ്മൾ പൊതുവായിട്ട് 2 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. കാരണം പ്ലാന്റിന്റെ ടിഷ്യൂസിലേക്ക് വരുമ്പോൾ, ഒന്ന് ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്ന, എപ്പോഴും ഡിവിഷൻസ് നടക്കുന്ന ഒരു പ്ലാന്റിനെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് ഇത് നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അതിന്റെ ഡിവിഷൻ ഒക്കെ നിർത്തി ഒരു ഫംഗ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് ടിഷ്യൂ ആയി മാറും. അതാണ് ദേ ഡു നോട്ട് ജനറലി ഡിവൈഡ് ഫർദർ. പിന്നീട് ഡിവിഷൻസ് നടക്കില്ല. ഡിവിഷൻ സ്റ്റോപ്പായി ഒരു ഫർദർ ഫംഗ്ഷൻ ഏറ്റെടുത്ത് തുടങ്ങുന്ന ആളാണെന്ത്, നമ്മുടെ പെർമനന്റ് ടിഷ്യൂസ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഓക്കെ. ടൈപ്പ് ഓഫ് ടിഷ്യൂസിൽ മെരിസ്റ്റമാറ്റിക് നമ്മൾ പറഞ്ഞു, പെർമനന്റ് നമ്മൾ പറഞ്ഞു. ഇനി ടിഷ്യൂ സിസ്റ്റം ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ. ടിഷ്യൂ സിസ്റ്റത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ, അവരുടെ ലൊക്കേഷൻ എവിടെയാണ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ്. സോ അങ്ങനെ 3 ടിഷ്യൂ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന്, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. നമ്മളൊരു ടിഷ്യൂ സിസ്റ്റം വരയ്ക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമ്മൾ കാണുന്നതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ നമ്മൾ കാണുന്നത്.
അപ്പോൾ ഒരു ടിഷ്യൂ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പെരിഫറൽ ആയിട്ട് നമ്മൾ കാണുന്നതാണ് എന്ത് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് കുറേ ടിഷ്യൂസ് ചേർന്ന് കാണാം. ചിലപ്പോൾ സ്ക്ലീറൻ കൈമയാകാം, ചിലപ്പം കോളൻ കൈമയാകാം, ചിലപ്പം പാരൻ കൈമയാകാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ടിഷ്യൂസ് കാണാം. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു റഫ് ഫിഗർ വരയ്ക്കുകയാണ്. അപ്പം ടിഷ്യൂ സിസ്റ്റത്തിലെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്ന് നമ്മൾ പറയും. അവിടെയാണ് ആ ഒരു ബാർക്ക് ഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും ബാർക്കല്ല, നമ്മൾ ഈ പറയുന്ന സ്റ്റെമ്മിന്റെ ആ ഒരു വിത്ത് കൂട്ടുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ സൈലം ആൻഡ് ഫ്ലോയം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആയിട്ട് നമ്മൾ കാണുന്നതാണ് എന്താ, കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം, ദാറ്റ് മീൻസ് ദ സൈലം ആൻഡ് ഫ്ലോയം. ഇങ്ങനെ 3 തരത്തിലാണ് ടിഷ്യൂ സിസ്റ്റം നമ്മൾ കാണുന്നത്. ഓക്കെ, സോ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദ പ്ലാന്റ് ബോഡിയാണ്. നമ്മൾ കംപ്ലീറ്റ് പ്ലാന്റ് ബോഡി അനാട്ടമിക്കലി നോക്കുമ്പോൾ ഏറ്റവും പുറമെ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ആൻഡ് ഇറ്റ് കംപ്രൈസസ് എപ്പിഡെർമൽ സെൽ, സ്റ്റൊമാറ്റ, എപ്പിഡെർമൽ അപ്പൻഡേജസ് ലൈക്ക് ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർ. ഒന്ന് ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ നമ്മൾ കാണുന്ന എപ്പിഡെർമിസ് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സ്റ്റൊമാറ്റയാണ്. എപ്പിഡെർമൽ സെല്ലിന്റെ ഇടയിലായിട്ട് നമുക്ക് സ്റ്റൊമാറ്റ കാണാം ഫോർ ദി ഗ്യാസ് എക്സ്ചേഞ്ച്, അല്ലെ, ഗ്യാസിന്റെ എക്സ്ചേഞ്ചിനും അതുപോലെ തന്നെ ട്രാൻസ്പിറേഷനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു സ്മോൾ ഓപ്പണിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സ്മോൾ ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റൊമാറ്റ എന്ന്. അപ്പം ഇവരുടെ പ്രത്യേകത എന്താണ്, ഗ്യാസ് എക്സ്ചേഞ്ചിനും ട്രാൻസ്പിറേഷനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. മൂന്നാമത്തേത് എപ്പിഡെർമൽ അപ്പൻഡേജസ് ആണ്. ഞാൻ ഈ ഒരു ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. സ്റ്റെമ്മിന്റെ മേലെ ആണെങ്കിൽ നമ്മൾ ഇതിനെ ട്രൈക്കോംസ് എന്ന് പറയും. റൂട്ടിന്റെ മേലെ ആണെങ്കിൽ നമുക്ക് റൂട്ട് ഹെയർ ആയിട്ടും കാണാൻ പറ്റും. ഇങ്ങനെ എപ്പിഡെർമിസിന്റെ മേലെ എക്സ്ട്രാ അപ്പൻഡേജ് ആയിട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത്. സോ ഇലോങ്ങേറ്റഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് വിച്ച് ആർ ഫോംസ് എ കണ്ടിന്യൂസ് ലെയർ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ലെയർ പാരഗൈമറ്റസ് സെൽ വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ആൻഡ് എ ലാർജ് വാക്യൂൾ. എപ്പിഡെർമിസ് കവർ വിത്ത് വാക്സി തിക്ക് ലെയർ കോൾഡ് ക്യൂട്ടിക്കിൾ. ഇപ്പൊ എപ്പിഡെർമിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു സിംഗിൾ ലെയറിലായിട്ടാണ് കാണുക. പാരൻകൈമ സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ആൻഡ് നമുക്ക് ഇങ്ങനെ ഒരു ബാരൽ ഷേപ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് കാണാം, തിക്ക് കളറിലുള്ള ക്യൂട്ടിക്കിൾ കാണാം. വാക്സി കോട്ടിംഗ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ കാണാൻ പറ്റും. എപ്പിഡെർമിസിനെ മറ്റ് ഇൻസെക്ട്സിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വാക്സി കോട്ടിംഗ് ആണെന്ത്, ക്യൂട്ടിക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ക്യൂട്ടിക്കിൾ ഇസ് പ്രസന്റ് ഇൻ സ്റ്റെം ആൻഡ് ലീഫ്, ആബ്സെന്റ് ഇൻ റൂട്ട്. അല്ലെ, ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് എവിടെയാ കാണുള്ളൂ, സ്റ്റെമ്മിലും ലീഫിലും ഉണ്ട്, ബട്ട് റൂട്ടിൽ ക്യൂട്ടിക്കിൾ ഇല്ല. ക്യൂട്ടിക്കിൾ പ്രിവെന്റ് ദ ലോസ് ഓഫ് വാട്ടർ, വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യാനും കൂടിയാണ് ആര്, നമ്മുടെ ക്യൂട്ടിക്കിൾ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ വാക്സി കോട്ടിംഗ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദി എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ്, ക്യൂട്ടിക്കിൾ ആണ്. ഓർത്ത് വെക്കുക, സ്റ്റെമ്മിലും ലീഫിലും ഉള്ളൂ. അടുത്ത ആള് നമ്മുടെ സ്റ്റൊമാറ്റയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ സ്മോൾ ഓപ്പണിംഗ് ആണ്. ഇറ്റ് റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗ്യാസസ് എക്സ്ചേഞ്ച് കമ്പോസ്ഡ് ഓഫ് 2 ബീൻ ഷേപ്ഡ് സെൽ, ഗാർഡ് സെൽ ഇൻ ഡൈക്കോട്ട് ലീഫ്. അതായത് സ്റ്റൊമാറ്റ 2 രീതിയിൽ നമുക്ക് കാണാം. ഡൈക്കോട്ടിലാണെങ്കിൽ ഇതുപോലെ ബീൻ ഷേപ്പിലാണ് കാണാം. ഓക്കെ, ഇതുപോലെ ബീൻ ഷേപ്പിലാണ് കാണാം. അതേസമയം മോണോകോട്ടിലാണെങ്കിലോ ബാരൽ ഷേപ്പ് ആയിട്ടാണ് കാണുന്നത്. ബാരൽ ഷേപ്പ് ആയിട്ടാണ് കാണുന്നത്. സോ ഇതുപോലെയാണ് നമുക്ക് മോണോകോട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒന്ന് ഡൈക്കോട്ടിൽ നമുക്ക് ബീൻ ഷേപ്ഡ് ആയിട്ടാണ് കാണുക, രണ്ടാമത് മോണോകോട്ടിൽ നമ്മൾ കാണുന്നത് ബാരൽ ഷേപ്പിലായിട്ടാണ്. ആൻഡ് ഇവിടെ നോക്കുക, ഔട്ടർ വോള് തിന്നാണ്, ഇന്നർ വോള് തിക്കാണ്. ഇറ്റ് പൊസസ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി സ്റ്റൊമാറ്റ. അല്ലെ, ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് കാണാം. ആൻഡ് ഓൾസോ ആ ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രസൻസ് വഴി സ്റ്റൊമാറ്റോ ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് എന്ത് ചെയ്യുന്നു, അവർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ ഓപ്പണിംഗ് കണ്ടല്ലോ, ഈ ഓപ്പണിങ്ങിന് തൊട്ട് പുറത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എപ്പിഡെർമൽ സെല്ലാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സബ്സിഡറി സെൽ, ഇതാണ് ഗാർഡ് സെൽ, ഇതിനുള്ളിലാണ് സ്റ്റൊമാറ്റൽ പോർ. അപ്പം ഈ ചിത്രം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, കാരണം ഈ ചിത്രവും ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കണം, ഓരോ ഭാഗവും ലേബൽ ചെയ്യാൻ ഓർത്ത് വെക്കണം. ഏതാണ് ഡൈക്കോട്ട് പ്ലാന്റ്സിലുള്ളത്, ഏതാണ് മോണോകോട്ട് പ്ലാന്റ്സിലുള്ളത്, ഏതാണ് ഡംബൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്റ്റൊമാറ്റ എന്നൊക്കെ ഐഡന്റിഫിക്കേഷൻ പഠിച്ചു വെക്കാം. ഇനി
subsidiary cell. Few epidermal cell in the vicinity of guard cell become specialized and that are the subsidiary cell. Stomatal aperture, guard cell, subsidiary cell. ഇത് എന്തായാലും പഠിച്ചു വെക്കണേ. 1 മാർക്കിന് MCQ ആയിട്ട് ചോദിക്കുന്നതാണ് എന്തൊക്കെയാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന്. പോലോച്ച് വെച്ചോളാം, മിസ്സി ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഒന്ന് സബ്സിഡറി സെല്ല്, പിന്നെ ഗാർഡ് സെല്ല്, സ്റ്റൊമാറ്റൽ പോഡ്. ഇവർ 3 പേരത്തിനും കൂടെ ചേരുന്നതാണ് എന്ത്, നമ്മുടെ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ 3 ആൾക്കാരെയും കൂടെ ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ഇത് 1 മാർക്കിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും 2 മാർക്കിന് ഇത് ഏതൊക്കെയാണെന്നുമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി നമ്മൾ എപ്പിഡെർമൽ അപ്പൻഡേജസ് പറഞ്ഞു, റൂട്ട് ഹെയർ ആൻഡ് ട്രൈക്കോംസ്. റൂട്ട് ഹെയർ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ എലോങ്ങേഷൻ ഓഫ് ദി എപ്പിഡെർമൽ സെൽ ഹെൽപ്സ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ സോയിൽ ആണ്. സോയിൽ നിന്നും എല്ലാ വാട്ടറും മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് റൂട്ട് ഹെയർ. പിന്നെയോ ട്രൈക്കോംസ് ഉണ്ട്. എപ്പിഡെർമൽ ഹെയർസ് ഓൺ ദി സ്റ്റെം ആണ്. യൂഷ്വലി മൾട്ടി സെല്ലുലാർ ആണ്. ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ് ആൻഡ് സോഫ്റ്റ് ഓർ സ്റ്റിഫ്, ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. അപ്പം ഒന്ന് റൂട്ട് ഹെയർസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. റൂട്ടിലാണ് നമ്മൾ കാണുന്നത്. അവർക്ക് വാട്ടർ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ മോർഫോളജിയിൽ ഓൾറെഡി കണ്ടതാണ്, മെച്ചുറേഷൻ റീജിയനിൽ കാണുന്നത്. സ്റ്റെമ്മിലേക്ക് വരുമ്പോൾ ട്രൈക്കോംസ് എന്ന് പറയുമ്പോൾ എപ്പിഡെർമൽ ഹെയർസ് എന്നാണ് നമ്മൾ പറയുന്നത്. മൾട്ടി സെല്ലുലാർ ആയിട്ടാണ് നമ്മൾ കാണാം. ബ്രാഞ്ച്ഡ് ആയിട്ടോ അൺബ്രാഞ്ച്ഡ് ആയിട്ടോ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. ഇവരും ട്രാൻസ്പിറേഷനിലൂടെയുള്ള വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഇനി നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കഴിഞ്ഞു. അടുത്തതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൾ ടിഷ്യൂസ് എക്സെപ്റ്റ് എപ്പിഡെർമിസ്, ഓൾ ടിഷ്യൂസ് എക്സെപ്റ്റ് എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലാർ ബണ്ടിൽ. അതായത് ഇവിടെ ഒരു എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, ഇവിടെ ഒരു വാസ്കുലാർ ബണ്ടിലും ഉണ്ട്. ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ ഒരു ഗ്യാപ്പിലുള്ള ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ടിഷ്യൂ സച്ച് ആസ് പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. ഇൻ ലീവ്സ് ദ ഗ്രൗണ്ട് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് തിൻ വാൾഡ് മീസോഫിൽ സെൽ. അപ്പോൾ ഒന്ന് നമ്മൾ ഓർക്കുക, സിമ്പിൾ ടിഷ്യൂസ് ആണ് നമ്മൾ കാണുന്നത്. കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ടിഷ്യൂസ് സച്ച് ആസ് പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. പ്രധാനമായിട്ടും ഗ്രൗണ്ട് ടിഷ്യൂസിൽ നമ്മൾ കാണുന്നത് ഈ 3 ടിഷ്യൂസ് ആണ്, സിമ്പിൾ ടിഷ്യൂസ്. ലീവ്സിലാണെങ്കിലോ ഗ്രൗണ്ട് ടിഷ്യൂസ് പ്രത്യേക പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിനെ നമ്മൾ പറയുന്നതാണ് മീസോഫിൽ സെൽ. മീസോഫിൽ സെൽസ്, മീസോഫിൽ സെൽസ് ആയിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം കാണുക. പാലിസൈഡ് ആയിട്ട് സ്പോഞ്ച് ഒക്കെ ആയിട്ട് കാണും. അത് നമ്മൾ ലീഫിൽ പഠിക്കും. ആൻഡ് പാരൻകൈമേറ്റസ് സെൽസ് ആർ യൂഷ്വലി പ്രസന്റ് ഇൻ കോർട്ടക്സ്, പെരിസൈക്കിൾ, പിത്ത് ആൻഡ് മെഡുലറി റീസ് ഇൻ പ്രൈമറി സ്റ്റെം ആൻഡ് റൂട്ട്. അപ്പോൾ പാരൻകൈമേറ്റസ് ആയിട്ടുള്ള സെല്ലുകളാണ് എന്ത്, യൂഷ്വലി നമ്മൾ കോർട്ടക്സിലും പെരിസൈക്കിളിലും അതുപോലെ തന്നെ മെഡുലറി റീസിലും ഒക്കെ കാണുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഓർത്ത് വെക്കാം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ വരുന്നുണ്ട് നോക്കുക. ഒന്നാമതായിട്ട് കോർട്ടക്സ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പാരൻകൈമ അല്ലെങ്കിൽ സ്ക്ലീറൻകൈമേറ്റസ് ആയിട്ടുള്ള ഒരു കോർട്ടക്സ്, പിന്നെ പെരിസൈക്കിൾ. കോർട്ടക്സ് കഴിഞ്ഞാൽ ആ വാസ്കുലാർ ബണ്ടിലേക്ക് തുടങ്ങുന്ന ഭാഗത്ത് പെരിസൈക്കിൾ കാണാം. പിന്നെ മെഡുലറി റീസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ സെന്ററിൽ പിത്തും നമുക്ക് കാണാം. ഇത്രയുമാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നത്. കോർട്ടക്സ്, പെരിസൈക്കിൾ, പിത്ത് ആൻഡ് മെഡുലറി റീസ്. ഇനി കോർട്ടക്സിൽ തന്നെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ജനറൽ കോർട്ടക്സ് മിഡിൽ ലെയർ ആണ്. എൻഡോഡെർമിസ് എന്ന് പറയുന്ന ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. കോർട്ടക്സിന് 3 തരത്തിൽ നമ്മൾ സെക്ഷൻ ആക്കി തിരിച്ചിട്ടുണ്ടെന്നും കൂടി ഓർക്കുക. ഹൈപ്പോ കോർട്ടക്സ്, മിഡിൽ കോർട്ടക്സ് ആൻഡ് എൻഡോഡെർമിസ്. ഹൈപ്പോഡെർമിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഹൈപ്പോഡെർമിസിലേക്ക് വരുന്ന സമയത്ത് ഫ്യൂ ലെയേഴ്സ് ഓഫ് സെൽസ് ജസ്റ്റ് ബിലോ ദി എപ്പിഡെർമിസ്. അതായത് എപ്പിഡെർമിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ കാണുന്ന ടിഷ്യൂ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് എങ്കിൽ അത് കോളൻ കൈമേറ്റസ് ആയിട്ടാണ് കാണുക. അതേസമയം മോണോകോട്ടിലാണെങ്കിലോ അത് സ്ക്ലീറൻ കൈമേറ്റസ് ആണ്. ഓർത്ത് വെക്കണം, ഇവിടെയാണ് നിങ്ങളോട് കമ്പാരിസൺ ചോദിക്കാം. നമ്മുടെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് എങ്കിൽ അത് കോളൻ കൈമേറ്റസ് ആണ്, കോർണേഴ്സിലാണ് തിക്കനിങ് ഉണ്ടാവുക. ഇനി മോണോകോട്ടിലാണെങ്കിൽ അത് സ്ക്ലീറൻ കൈമേറ്റസ് ആണ്. ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. ജനറൽ കോർട്ടക്സിലേക്ക് വരുന്ന സമയത്ത് റൂട്ട് പാരൻകൈമേറ്റസ് ആൻഡ് മൾട്ടി ലെയർഡ് ആണ്. പാരൻകൈമേറ്റസ് ആണ് ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം നോട്ട് വെൽ ഡിഫറൻഷിയേറ്റഡ്. പ്രത്യേകം ഡിഫറൻഷിയേഷൻ ഒന്നും ഉണ്ടാവില്ല. എൻഡോഡെർമിസിലേക്ക് വരുമ്പോഴോ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ കോർട്ടക്സ് ആണ്. റൂട്ടിൽ സിംഗിൾ ലെയർ ഓഫ് ബാരൽ ഷേപ്ഡ് സെൽ വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ് ആണ് കാണാം. ഡൈക്കോട്ട് സ്റ്റെമ്മിലെ സെൽസ് ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻ. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ എൻഡോഡെർമിസിൽ നമുക്ക് സ്റ്റാർച്ച് ഷീറ്റ് കാണാൻ പറ്റും. ആൻഡ് റൂട്ടിലാണെങ്കിലോ ഇന്റർസെല്ലുലാർ സ്പേസ് ഉള്ള ബാരൽ ഷേപ്ഡ് സെല്ലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ പഠിക്കണം. ഇനി പെരിസൈക്കിളിലേക്ക് വരുമ്പോഴോ ഫ്യൂ ലെയേഴ്സ് ഓഫ് പാരൻകൈമേറ്റസ് സെൽ ലൈസ് നെക്സ്റ്റ് ടു എൻഡോഡെർമിസ്.
പിത്ത് എന്ന് പറയുന്നത് സെൻട്രൽ പാരൻകൈമേറ്റസ് ടിഷ്യൂ ആണ്. ആൻഡ് മെഡുലറി റീ എന്ന് പറയുന്നതോ ഫ്യൂ ലെയർ ഓഫ് റേഡിയലി അറേഞ്ച്ഡ് പാരൻകൈമേറ്റസ് സെൽ ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽ. വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? മെഡുലറി റീസ് കാണാൻ പറ്റുന്നത്. ആൻഡ് പിത്ത് നമ്മൾ പറഞ്ഞു ഏറ്റവും സെൻട്രലായിട്ട് പാരൻകൈമേറ്റസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പെരിസൈക്കിളും പാരൻകൈമേറ്റസ് സെല്ലാണ്. ഇനി സ്റ്റീലാർ റീജിയൻ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ അനാട്ടമിയിലാണ് സ്റ്റീലാർ റീജിയൻ പറയുന്നത്. ഓൾ ടിഷ്യൂസ് ഓൺ ദി ഇന്നർ സൈഡ് ഓഫ് എൻഡോഡെർമസ് സച്ച് എസ് പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽ ആൻഡ് പിത്ത്. ഈ വാസ്കുലാർ ബണ്ടിൽ തൊട്ട് പിന്നെ ഉള്ളിലോട്ട് വരുന്ന ഭാഗം, അതായത് എൻഡോഡെർമിസ്, പിന്നെ പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത്, ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് സ്റ്റീലാർ റീജിയൻ അല്ലെങ്കിൽ സ്റ്റീൽ എന്ന്. അപ്പോൾ സ്റ്റീലിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക: എൻഡോഡെർമസ്, പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ് ആൻഡ് പിത്ത്. ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്, ഓർത്ത് വെക്കണേ, മറന്നു പോകരുത്. സോ ഇത്രയുമാണ് എന്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നത്. ഇനി വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം നോക്കിയാൽ സൈലം ആൻഡ് ഫ്ലോയം ആണ് പ്രധാനമായിട്ടും കാണുന്നത്. കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് ഇവർ. ആൻഡ് റേഡിയൽ വാസ്കുലാർ ബണ്ടിലുണ്ട്. Xylem and phloem within a vascular bundle arranged in alternative manner along the different radii. അതായത് വാസ്കുലർ ബണ്ടിൽ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ, ഒന്ന് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. ഈ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ മോണോക്കൂട്ട് പ്ലാന്റ്സിൽ നമ്മൾ കാണുന്നതാണ്. റൂട്ടിൽ കൺജോയിന്റ് എന്ന് പറയുന്നത് അത് ഡൈക്കോട്ടിലാണ് കാണുന്നത്. റേഡിയൽ വാസ്കുലർ ബണ്ടിൽ ഒന്നുകൂടെ പറയാം. ഓക്കെ, റേഡിയൽ വാസ്കുലർ ബണ്ടിൽ R എന്ന് പഠിക്കുക, റൂട്ടിൽ കാണും. കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ നമ്മൾ സ്റ്റെമ്മിൽ കാണും. ഓക്കെ, റേഡിയൽ വാസ്കുലർ ബണ്ടിൽ റൂട്ടിൽ R എന്ന് പഠിക്കുക, കൺജോയിന്റ് നമ്മൾ സ്റ്റെമ്മിലാണ് കാണുക. റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ ഇവിടെ സൈലമാണ് എങ്കിൽ ഇവിടെ ഫ്ലോയമാണ്, ഇവിടെ സൈലമാണെങ്കിൽ ഇവിടെ ഫ്ലോയമാണ്, ഇവിടെ സൈലമാണെങ്കിൽ ഇവിടെ ഫ്ലോയമാണ്, ഇവിടെ സൈലമാണെങ്കിൽ ഇവിടെ ഫ്ലോയമാണ്. സൈലവും ഫ്ലോയും ഓൾട്ടർനേറ്റ് റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. സോ ഓൾട്ടർനേറ്റ് റേഡിയൽ, ഇവിടെ കണ്ടോ, ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം, ഇവിടെ ഫ്ലോയം, ഇങ്ങനെ ഓൾട്ടർനേറ്റ് റേഡിയൽ, ഓരോന്നും ഓരോ റേഡിയസിലാണെങ്കിൽ അത് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ നമ്മൾ റൂട്ട് സിസ്റ്റത്തിലാണ് കാണുന്നത്. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിലാണെങ്കിൽ, ഇതിപ്പോൾ സൈലമാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സൈലം ആൻഡ് ഫ്ലോയം. ഞാൻ പിക്ചർ വെച്ചിട്ട് പറഞ്ഞു തരാം. ഫ്ലോയം സൈലം, ഫ്ലോയം സൈലം, ഫ്ലോയം സൈലം, ഫ്ലോയം സൈലം, ഫ്ലോയം സൈലം. ഇങ്ങനെ ഓരോ വാസ്കുലാർ ബണ്ടിലും ഒരൊറ്റ വാസ്കുലാർ ബണ്ടിലായിരിക്കും. അതിനുള്ളിൽ തന്നെ നമുക്ക് സൈലവും ഫ്ലോയും അടുത്തടുത്തായിട്ട് കാണാം. അവർ രണ്ടുപേരും ഒരേ റേഡിയസിലാണുള്ളത്, അല്ലെ? നോക്കിക്കേ, ഓരോന്നും ഓരോ സിംഗിൾ റേഡിയസിലാണുള്ളത്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. സൈലം ആൻഡ് ഫ്ലോയം ഓൺ ദി സെയിം റേഡിയ ആൻഡ് എക്സാമ്പിൾ സ്റ്റീം ആൻഡ് ലീഫ്. സ്റ്റെമ്മിലും ലീഫിലും നമ്മൾ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ കാണും. റൂട്ടിലാണെങ്കിൽ നമ്മൾ റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ് കാണാം. യൂഷ്വലി ഹാവ് ദ ഫ്ലോയം ലൊക്കേറ്റഡ് ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ദ സൈലം. യൂഷ്വലി ഫ്ലോയം പുറത്താണ് കാണാം. കൺജോയിന്റ് ഓപ്പണും ഉണ്ട്, കൺജോയിന്റ് ക്ലോസ്ഡും ഉണ്ട്. ഇപ്പം രണ്ട് വാസ്കുലാർ ബണ്ടിൽ മിസ് വരയ്ക്കുകയാണ്. ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം. ഇങ്ങനെയാണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിലാണ്. അതേസമയം ഇവിടെ ഫ്ലോയം, ഇവിടെ സൈലം, ഇതിന്റെ ഇടയിൽ നമുക്കൊരു ക്യാമ്പിയം കൂടി കാണുന്നുണ്ടെന്ന് വിചാരിക്കാം. ക്യാമ്പിയം ഉണ്ട് എങ്കിൽ അവിടെ സെക്കൻഡറി ഗ്രോത്ത് നടക്കും. സ്റ്റെമ്മിന്റെ വിഡ്ത്ത്, ആ ഒരു വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള സെക്കൻഡറി തിക്കനിങ് നടക്കും. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നതിന്റെ പ്രസൻസ് വാസ്കുലാർ ക്യാമ്പിയമാണ്. അങ്ങനെ വാസ്കുലാർ ക്യാമ്പിയം ഉണ്ട് എങ്കിൽ ഇതെന്താണ്? കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. സോ മോണോക്കോട്ട് സ്റ്റെം ആണ് എങ്കിൽ ഇൻട്രാഫെസ്കുലർ ക്യാമ്പിയം ആബ്സെന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം, ദേ ഡു നോട്ട് ഫോം സെക്കൻഡറി ടിഷ്യൂ. അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. കൺജോയിന്റ് ഓപ്പൺ ആണെന്ന് പറഞ്ഞാലോ ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് കാണാം. ക്യാമ്പിയം പ്രസന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം ഫോം സെക്കൻഡറി ടിഷ്യൂ. അപ്പൊ സെക്കൻഡറി ടിഷ്യൂ അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ക്യാമ്പിയം ഉണ്ടാവണം. ക്യാമ്പിയം നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് കാണുക. ക്യാമ്പിയം ആബ്സെന്റ് ആണ്, ക്ലോസ്ഡ് ആണ് എങ്കിൽ ഇത് മോണോക്കോട്ടിലാണ് കാണുക. സോ ഇത് ഡൈക്കോട്ടിൽ.
അപ്പം വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിലും നമുക്ക് രണ്ടെണ്ണം കാണാൻ പറ്റും, കൺജോയിന്റ് ഓപ്പൺ, കൺജോയിന്റ് ക്ലോസ്ഡ്. അത് കൂടാതെ റൂട്ടിൽ നമ്മൾ കാണുകയാണെങ്കിൽ ദാറ്റ് ഇസ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, ഡയഗ്രാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡയഗ്രാംസ് എല്ലാം. കണ്ടോ? ഇതുപോലെയാണ് ചോദ്യങ്ങൾ വരിക. സോ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പഠിക്കണം. 2022 വന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ലേബിൾഡ് as A and B. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വാസ്കുലർ ബണ്ടിൽ. ഇവിടെ നോക്കിക്കേ, 2 വാസ്കുലർ ബണ്ടിൽ നമുക്ക് തന്നിട്ടുണ്ട്, സൈലോം ഉണ്ട്, ഫ്ലോയോം ഉണ്ട്. സോ രണ്ടും ഏതാണെന്നാണ്. എ നമുക്കറിയാം റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്, ബി എന്ന് പറയുന്നതോ കൺജോയിന്റ് ആണ്, മാത്രമല്ല ക്യാമ്പിയം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണെന്നും പറയാം. ഇനി എല്ലാം നമുക്ക് മാച്ച് ചെയ്യാം. സൈലം എന്ന് പറയുമ്പോൾ റേഡിയൽ ആണെങ്കിലോ ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഓൾട്ടർനേറ്റ് മാനർ അലോങ് ദ ഡിഫറെന്റ് റേഡിയൽ. സൈലവും ഫ്ലോയും ഓരോന്നും ഡിഫറെന്റ് റേഡിയസിലാണ് നമുക്ക് കാണാൻ പറ്റുക. കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ ആണ് എങ്കിലോ ഇവിടെ ഇതാ സൈലം ആൻഡ് ഫ്ലോയും ജോയിന്റ്ലി സിറ്റുവേറ്റഡ് ആണ്, രണ്ടാളും ഒന്നിച്ച് ഒരൊറ്റ റേഡിയസിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതാ റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ടൊമാറ്റോ. 2024 2 മാർക്കിന് വന്ന ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷേപ്പ് ഓഫ് ഗാർഡ് സെൽ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ് ആൻഡ് മോണോകോട്ട് പ്ലാന്റ്? ഇവിടെ ഓർത്തു വെക്കാം എന്തിനൊക്കെയാണ് ടൊമാറ്റോ നമ്മളെ സഹായിക്കുന്നത്. ഒന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ട്രാൻസ്പിറേഷനും ഗ്യാസ് എക്സ്ചേഞ്ചിനുമാണ്. ഡൈക്കോട്ടിൽ നമുക്ക് ബീൻ ഷേപ്ഡ് അല്ലെങ്കിൽ കിഡ്നി ഷേപ്പ് ആണ് കാണുക, ഗ്രാസസിലാണ് മോണോകോട്ടിലാണെങ്കിൽ ദാറ്റ് ഇസ് ഡംബൽ ഷേപ്ഡ്. അപ്പൊ എപ്പോഴും സ്ട്രക്ചർ ഓർത്ത് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പൊ നമ്മൾ ടിഷ്യൂ സിസ്റ്റം എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പറഞ്ഞു, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പറഞ്ഞു, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം പറഞ്ഞു. ഇതിലൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് നമ്മൾ പറഞ്ഞു. അടുത്തത് എന്താന്ന് വെച്ചാൽ ഡൈക്കോട്ടിലിഡൻസ് റൂട്ടാണ്. ഇനി ഓരോന്നിൻ്റെയും അനാട്ടമി നമ്മൾ പഠിക്കാൻ പോവാണ്. ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം ആൻഡ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ്. റെഡി ആണല്ലോ? സോ ഡൈക്കോട്ട് റൂട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഡയഗ്രാം ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനോ ലേബിൾ ചെയ്യാനോ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഫീച്ചേഴ്സ് തന്നിട്ട് ഇത് ഏത് ഡയഗ്രത്ത് അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാം. പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ നിങ്ങളോട് സെക്ഷൻ കണ്ടെത്തി അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ നോക്കുക, ഔട്ടർ മോസ്റ്റ് ലെയർ, നമ്മളൊരു ഡൈക്കോട്ട് റൂട്ടിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്നത് എപ്പിബ്ലമ എന്നാണ് കേട്ടോ. എപ്പിബ്ലമ എന്നാണ്. അതിൽ നിങ്ങൾക്ക് യൂണിസെല്ലുലാർ റൂട്ട് ഹെയേഴ്സ് കാണാൻ പറ്റും. ഇനി കോർട്ടക്സ് റീജിയനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും several layer of thin walled parenchyma cell with intercellular space ആണ്. സിമ്പിൾ പാരൻകൈമ സെല്ലാണ് നമുക്ക് കോർട്ടക്സ് റീജിയനിൽ കാണുന്നത്. എൻഡോഡെർമിസിലേക്ക് വരുന്ന സമയത്ത് സിംഗിൾ ലെയർ ഓഫ് ബാരൽ ഷേപ്ഡ് സെൽ വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ്. ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ലാതെ ബാരൽ ഷേപ്പായിട്ട് ഇങ്ങനെ നേരെ അടുക്കി വെച്ചിട്ടുള്ള പോലത്തെ ബാരൽ ഷേപ്ഡ് സെല്ലാണ് ഇവിടെ കാണുന്നത്, എൻഡോഡെർമിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഇനി അവിടെ തന്നെ പ്രത്യേകത ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ നമുക്ക് കാസ്പേരിയൻ സ്ട്രിപ്സ് കാണാൻ പറ്റും. സുബറിൻ ഡിപ്പോസിഷനുള്ള വാട്ടർ ഫ്ലോവിനെ പ്രിവെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വാട്ടർ അത്യാവശ്യമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നത് വാട്ടർ നഷ്ടപ്പെടാതെ പ്രിവെന്റ് ചെയ്യുന്ന ഒന്നാണ് ഇത് സുബറിൻ എന്ന് പറയുന്നത്. സോ കാസ്പേരിയൻ സ്ട്രിപ്സ് എവിടെ നമുക്ക് കാണാം? ഡൈക്കോട്ട് റൂട്ടിന്റെ എൻഡോഡെർമിസിൽ കാണാൻ പറ്റും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. സുബറിൻ വാട്ടർ ഇംപെർമിബിൾ വാക്സി മെറ്റീരിയൽ ആണ്. വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇനി പെരിസൈക്കിളിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ടു എൻഡോഡെർമിസ് ലൈസ് ഫ്യൂ ലെയർ ഓഫ് thick walled parenchymatous cell known as pericycle, and initial of the lateral roots vascular cambium during the secondary growth takes place in this cell. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലാറ്ററൽ റൂട്ട്സ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ക്യാമ്പിയത്തിന്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ക്യാമ്പിയം ഉണ്ട് എങ്കിലാണ് എന്ത് സെക്കൻഡറി ഗ്രോത്ത് നടക്കുക. ആൻഡ് പിത്ത് എന്ന് പറയുന്നത് സ്മോൾ ആണ്, വളരെ ഇൻകോൺസ്പിഷ്യസ് ആണ്. ഇനി കൺജക്റ്റീവ് ടിഷ്യൂസിലേക്ക് വരുമ്പോൾ പാരൻകൈമേറ്റസ് സെൽ വിത്ത് ലൈ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം, 2 or more xylem phloem patches, diarch or tetrach. സ്റ്റീൽ എന്ന് പറയുമ്പോൾ പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ ആൻഡ് പിത്താണ് കാണുന്നത്. ഇവിടുത്തെ വാസ്കുലർ ബണ്ടിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ 1, 2, 3, 4 ബണ്ടിലായിട്ടൊക്കെ നമുക്ക് സൈലം കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇവർ കണ്ടില്ലേ, പോളിഗണൽ ഷേപ്പിലാണ് സൈലം ഉള്ളത്. റേഡിയൽ അറേഞ്ച്മെന്റുമാണ്. അപ്പോൾ സൈലത്തിന്റെയും ഫ്ലോത്തിന്റെയും പാച്ചസ് കുറവാണ്, പോളിഗണൽ ഷേപ്പിലാണ് സൈലം ഉള്ളത്, ആൻഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇത്രയും നമ്മൾ ഡൈക്കോട്ട് റൂട്ടിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്, വാസ്കുലർ ടിഷ്യൂസും കാര്യങ്ങളും. അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിൽ വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് വാസ്കുലർ ബണ്ടിലിന്റെ വ്യത്യാസമാണ്.
മോണോകോട്ട് റൂട്ടിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, റൂട്ട് എയർ ഉണ്ട്, എപ്പിബ്ലമയുണ്ട്. സിമിലർ ടു ഡൈക്കോട്ട് റൂട്ട് തന്നെയാണ് എപ്പിഡെർമിസ്, കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ. മോർ ദാൻ 6, ഏകദേശം ഒരു 6ൽ കൂടുതൽ ബണ്ടിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിത്ത് കുറച്ചുകൂടെ ലാർജ് ആണ് ഡൈക്കോട്ട് റൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ആബ്സെന്റ് ആണ്. ക്യാമ്പിയം ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അതാണ് നിങ്ങൾ കമ്പാരിസൺ പഠിക്കേണ്ടത്, ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും. രണ്ടും റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. ബട്ട് ഡൈക്കോട്ടിൽ ക്യാമ്പിയം ഉണ്ട്, മോണോകോട്ടിൽ ക്യാമ്പിയം ഇല്ല എന്നുള്ളത് ഓർക്കുക. ഡൈക്കോട്ട് റൂട്ടിന്റെ എൻഡോഡെർമിസിൽ നമുക്ക് കാസ്പേരിയസ് സ്ട്രിപ്പ് കാണാനും പറ്റും. ആൻഡ് പിത്ത് വളരെ കുറവാണ്. പക്ഷെ മോണോകോട്ടിലേക്ക് വരുമ്പോൾ പിത്ത് ലാർജ് ആണ്. 6 xylem പാച്ചസ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും. Label the part A, B and C and write any 2 features of vascular bundle seen in the figure ആണ്. A എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് ആണ്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്, കോർട്ടക്സ് റീജിയൻ ആണ്. ദെൻ സി എന്ന് പറയുന്നത് സൈലം ആണ്. ഡി എന്ന് പറയുന്നത് ഫ്ലോയം ആണ്. ഇതുപോലെ ഡയഗ്രാം തന്ന് ലേബൽ ചെയ്യാൻ ചോദിക്കും, അത് കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യുക. 2 ഫീച്ചേഴ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽ, ഇവിടെ എന്താണ്, റേഡിയൽ ആയിട്ടാണ് വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് they are 2 to 4 xylem patches or phloem patches. xylem polygonal ആണ്. ആൻഡ് they are exarch protoxylem. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടതാണ് എന്താണ് ഈ എക്സാർക്ക് എന്നും എന്താണ് എൻഡാർക്ക് എന്നും. ഇത് രണ്ടും ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളാം. നമ്മളൊരു ബണ്ടിൽ വരയ്ക്കുമ്പോൾ എക്സാർക്ക് ആൻഡ് എൻഡാർക്ക് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. എക്സാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ സൈലം പുറത്ത്, വലിയ സൈലം അകത്ത്, ചെറിയ സൈലം പുറത്ത്. എങ്ങനെയാണ് എങ്കിൽ എക്സാർക്കാണ്, അതായത് പ്രോട്ടോസൈലം എന്ന് പറയും. ചെറിയ സൈലത്തിനെ നമ്മൾ പ്രോട്ടോസൈലം എന്ന് പറയും, വലിയ സൈലത്തിനെ നമ്മൾ മെറ്റാസൈലം എന്ന് പറയും. അപ്പൊ മെറ്റാസൈലം അകത്തും പ്രോട്ടോസൈലം പുറത്തോട്ടുമാണ് എങ്കിൽ ദാറ്റ് ഈസ് എക്സാർക്ക് കണ്ടീഷൻ. ഇനി നേരെ മറിച്ച് വലുത് പുറത്താണ്, ചെറിയ സൈലമാണ് അകത്തേക്ക് വരുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് എങ്കിൽ ഇത് എൻഡാർക്ക് സൈലമാണ്. എന്താണ്, ഇത് എൻഡാർക്ക് സൈലമാണെന്ന് മനസ്സിലാക്കാം. സോ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡാർക്ക് എന്ന് പറയുന്നത്. മെറ്റാസൈലം പുറത്തും പ്രോട്ടോസൈലം അകത്തുമാണ് എങ്കിൽ ഇതാണ് എൻഡാർക്ക് ആൻഡ് എക്സാർക്ക്. ഓർത്ത് വെക്കുക, ഡൈക്കോട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഏതാണ്, ഡൈക്കോട്ട് റൂട്ടാണ്. ഡൈക്കോട്ട് റൂട്ടിൽ ഏതാണ്, എക്സാർക്ക് പ്രോട്ടോസൈലമാണ് നമുക്ക് കാണുക. റൂട്ടിൽ എപ്പോഴും എക്സാർക്ക് കണ്ടീഷൻ ആണ് നമ്മൾ കാണുക. ഇനി ഇൻ ദ അനാട്ടമി ലാബ് യൂസിൻ ഒബ്സർവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഇൻ ദ ടിയേഴ്സ് ഓഫ് എ പ്ലാന്റ് പാർട്ട്. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. റേഡിയൽ ആൻഡ് പോളിയാർക്ക് സൈലം ബണ്ടിൽ, റൂട്ടിന്റെ കാര്യമാണ് പറയുന്നത്. പാരൻകൈമറ്റസ്, കോർട്ടക്സ്, ലാർജ് പിത്ത്, എപ്പിഡെർമിസ് വിത്ത് യൂണിസെല്ലുലാർ എയർ, പെരിസൈക്കിൾ, എൻഡോഡെർമിസ് വിത്ത് കാസ്പേരിയസ് സ്ട്രിപ്പ്. ഐഡന്റിഫൈ ദ പ്ലാന്റ് പാർട്ട്. ഓക്കെ, ഇവിടെ കാസ്പേരിയസ് സ്ട്രിപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഹോമോജീനസ് കോർട്ടക്സ് ആണ്, യൂണിസെല്ലുലാർ ഹെയേഴ്സ് ആണ്, ലാർജ് പിത്താണെന്നും പറയുന്നുണ്ട്. റേഡിയൽ ആൻഡ് പോളിയാർക്ക് സൈലം ബണ്ടിലുമാണ്. അപ്പൊ ലാർജ് പിത്താണ്, എൻഡോഡെർമിസ്, കാസ്പേരിയസ് സ്ട്രിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, മോണോകോട്ട് റൂട്ടാണ് വരിക. ആൻഡ് ഇതിന്റെ ഓർഡർ പുറത്തുനിന്ന് അകത്തേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതാനാണ്. ആദ്യം നമ്മൾ എപ്പിഡെർമിസ് എഴുതണം, പിന്നെ കോർട്ടക്സ് എഴുതണം, എൻഡോഡെർമിസ് എഴുതണം, പെരിസൈക്കിൾ, പിന്നെ ബണ്ടിൽസ്, ലാർജ് പിത്താവുമ്പോൾ ഏതാണ്, മോണോകോട്ട് റൂട്ടാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മോണോകോട്ട് റൂട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ട്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. രണ്ടിനും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒന്ന് സൈലം ആൻഡ് ഫ്ലോയം എന്താണ്, ന്യൂമറസ് ആയിട്ട് മോണോകോട്ടിൽ കാണാം. ഡൈക്കോട്ടിൽ 2 to 4 ഉള്ളൂ. റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് എന്ത് കാണാം, മോണോകോട്ട് റൂട്ട് കാണാം. ഡൈക്കോട്ട് റൂട്ട് ആണെങ്കിൽ അത് പോളിഗണൽ ഷേപ്പാണ്. ഓർത്ത് വെക്കുക, മോണോകോട്ടിൽ റൗണ്ട് ആണ്, ഡൈക്കോട്ടിൽ പോളിഗണൽ ഷേപ്പിലാണ്. പിത്ത് ലാർജ് ആണ് മോണോകോട്ടിൽ, പിത്ത് ആബ്സെന്റ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആണ് ഡൈക്കോട്ട് റൂട്ടിൽ. സെക്കൻഡറി ഗ്രോത്ത് മോണോകോട്ടിൽ ആബ്സെന്റ് ആണ്, സെക്കൻഡറി ഗ്രോത്ത് ഡൈക്കോട്ടിൽ പ്രസന്റ് ആണ്. ഇനി നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിലേക്ക് വരികയാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റെം എന്ന് പറയുമ്പം കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലാണെന്ന് അല്ലേ. സോ ഇവിടെ എപ്പിഡെർമിസ് എന്ന് പറയുമ്പം ട്രൈക്കോംസ് ഉണ്ടാവാം, എപ്പിഡെർമൽ ഹെയേഴ്സ് ഉണ്ടാവാം, ക്യൂട്ടിക്കൽ ഉണ്ടാവാം, സ്റ്റൊമാറ്റി നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഗ്രൗണ്ട് പ്ലാൻ എന്ന രീതിയിൽ ഈ രീതിയിലാണ് നമ്മൾ കാണാം. ഇത് വാസ്കുലർ ബണ്ടിൽ അറേഞ്ച്മെന്റ് നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ഒരു റിംഗ് ആണ്, പക്ഷെ ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെന്റ് പോലെ അല്ലെ. ഒരു റിംഗ് ആണ്, പക്ഷെ എന്താണ്, റിംഗില് ചെറിയ ചെറിയ ബ്രോക്സ് വന്ന പോലെ, ബ്രോക്കൺ ആയിട്ടുള്ള റിംഗ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പറയാം, സെൽസ് അറേഞ്ച്ഡ് ഇൻ എ മൾട്ടിപ്പിൾ ലെയർ ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ ഇസ് കോൾഡ് കോർട്ടക്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സബ്സോൺ, ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയേഴ്സ് ആൻഡ് എൻഡോഡെർമിസ്. ഹൈപ്പോഡെർമിസ് എന്ന് പറയുമ്പോൾ ഔട്ടർ കോളൻകൈമേറ്റസ് സെൽ പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ യങ് സ്റ്റെം ആണ് അല്ലേ. അപ്പൊ ഹൈപ്പോഡെർമിസ് എന്ന് പറയുമ്പം കോളൻകൈമേറ്റസ് ആണ്,
അല്ലേ? അത് മാത്രമല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോർട്ടിക്കൽ ലെയേഴ്സിലേക്ക് വരുമ്പോഴോ പാരൻകൈമേറ്റസ് സെൽ വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസ്. പാരൻകൈമേറ്റസ് ആണ്, ഇന്റർസെല്ലുലാർ സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഇനി എൻഡോഡെർമിസ് ആണെങ്കിലോ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻ ഷീത്ത്. അപ്പം സ്റ്റെം ആണ് നമ്മൾ പഠിക്കുന്നത്, അതും ഡൈക്കോട്ട് സ്റ്റെം. ഹൈപ്പോഡെർമിസ് കോളം കൈമേറ്റസ് ആണെന്ന് ഓർക്കുക. കോർട്ടിക്കൽ ലെയേഴ്സിൽ നമുക്ക് പാരൻകൈമേറ്റസ് ആണ് വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസ്. എൻഡോഡെർമിസിലേക്ക് വരുമ്പോഴോ സ്റ്റാർച്ച് ഗ്രെയിൻ നമുക്ക് കാണാം, സ്റ്റാർച്ച് ഷീത്ത് പ്രസൻസ് കാണാം. പെരിസൈക്കിളിലേക്ക് വരുമ്പോൾ ഇന്നർ സൈഡ് ഓഫ് ദി എൻഡോഡെർമിസ് എബവ് ദ ഫ്ലോയം സെമി ലൂണാർ പാച്ചസ് ഓഫ് ദ സ്ക്ലീറൻകൈമ. അതായത് ഇവിടെ കണ്ടോ, പെരിസൈക്കിൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ സെമി ആയിട്ടുള്ള പാച്ചസ്, സെമി ലൂണാർ പാച്ചസ് നമുക്ക് കാണാം. മെഡുലറി റേസ് ആണ് ഇവിടെ ഉള്ളത്. ഈ മെഡുലറി റേസ് എന്ന് പറയുന്നതോ പ്ലേസ്ഡ് റേഡിയലി പ്ലേസ്ഡ് പാരൻകൈമേറ്റസ് സെൽ ഇൻ ബിറ്റ്വീൻ വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിന്റെ ഇടയിലായിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക, മെഡുലറി റേസ് കാണാം. വാസ്കുലർ ബണ്ടിൽ എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറേഞ്ച്ഡ് ഇൻ എ റിംഗ് കൺജോയിന്റ് ഓപ്പൺ ആൻഡ് എൻടാർക്ക് പ്രോട്ടോസൈലം അല്ലെ. അറേഞ്ച്ഡ് ഇൻ എ റിംഗ് ഷേപ്പിലാണ്, കൺജോയിന്റ് ആണ്, ഓപ്പൺ ആണ്, എൻടാർക്ക് പ്രോട്ടോസൈലോമാണ്. ഇനി പിത്ത് എന്ന് പറയുമ്പോഴോ റൗണ്ട് പാരൻകൈമേറ്റസ് സെൽസ്, ലാർജ് ഇന്റർസെല്ലുലാർ സ്പെയർ ആൻഡ് ഇറ്റ് ഇസ് സെൻട്രൽ പോർഷൻ ഓഫ് ദ സെയിൽ. റൗണ്ട് പാരൻകൈമേറ്റസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് ആയിട്ട് നമുക്ക് കാണാം, ആൻഡ് സെൻട്രൽ പോർഷൻ ഓഫ് ദ സ്റ്റെം ആണ്. അപ്പം ഇതാണ് പിത്ത് എന്ന് പറയുന്നത്, പാരൻകൈമേറ്റസ് ആണെന്ന് ആലോചിക്കാം. അപ്പം ഒന്നിവിടെ ഓർക്കേണ്ടത് വാസ്കുലർ ബണ്ടിലിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഈ ഒരു ഗ്രൗണ്ട് പ്ലാൻ വെച്ച് തന്നെ പഠിക്കണം, കാരണം ഡൈക്കോട്ട് സ്റ്റെം ആണ്. എപ്പിഡെർമൽ ഹെയേഴ്സ് ഉണ്ട്, കോർട്ടക്സ് പല രീതിയിൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. കോർട്ടക്സ് എന്ന് പറയുമ്പോൾ ഹൈപ്പോഡെർമിസ് കോളം കൈമേറ്റസ് ആണ്, മിഡിൽ ലെയർ എന്ന് പറയുന്നത് പാരൻകൈമേറ്റസ് ആണ്. എൻഡോഡെർമിസിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റാർച്ച് ഷീത്ത് കാണാം. വാസ്കുലർ ബണ്ടിലേക്ക് വരുമ്പോൾ ബ്രോക്കൺ റിംഗ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്, മെഡുലറി റേസ് ഉണ്ട്. പെരിസൈക്കിളിന് മേലെ നമുക്ക് എന്ത് കാണാം, സ്ക്ലീറൻകൈമേറ്റസ് പാച്ചസ് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ പിത്ത് എന്ന് പറയുന്നതോ പാരൻകൈമേറ്റസ് ആണ്. ഇനി മോണോകോട്ട് സ്റ്റെമ്മിലേക്ക് വരുമ്പോഴോ സിമ്പിൾ ആണ്, ഹൈപ്പോഡെർമിസ് കംപ്ലീറ്റ്ലി സ്ക്ലീറൻകൈമേറ്റസ് ആണ്. വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുമ്പോഴോ ലാർജ് നമ്പർ, കുറേ നമ്പറിലാണ് കാണാൻ പറ്റുക. കണ്ടില്ലേ, ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ഇങ്ങനെ ചെതറി കിടക്കുന്ന പോലെയാണ് നമ്മുടെ മോണോകോട്ട് സ്റ്റെമ്മിൽ വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് മെനി ഇൻ നമ്പർ ആൻഡ് സറൗണ്ടഡ് ബൈ സ്ക്ലീറൻകൈമേറ്റസ് ബണ്ടിൽ ഷീത്ത്. ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് സ്ക്ലീറൻകൈമേറ്റസ് ആയിട്ടുള്ള ഷീത്ത് കാണാൻ പറ്റുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. കൺജോയിന്റ് ആണ്, ക്ലോസ്ഡ് ആണ്. പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ് ആർ സ്മോളർ. കണ്ടില്ലേ, പുറത്തോട്ട് ബണ്ടിൽസ് സ്മോളർ ആയിട്ട് വരുന്നു. നടുക്ക് വലിയ ബണ്ടിൽസ്, പുറത്തോട്ട് ചെറിയ ബണ്ടിൽസ് ആണ് കാണുക. അപ്പൊ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയാനില്ല, ഇവിടെ വാസ്കുലർ ബണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പൊ ലാർജ് ആണ്, കോൺസ്പിക്യൂസ് പാരൻകൈമേറ്റസ് ആണ്, ഫ്ലോയം പാരൻകൈമ ആബ്സെന്റ് ആണ്, വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി പ്രസന്റ് വിത്തിൻ വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിൽ വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണ് മോണോകോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകതകൾ. അപ്പൊ കമ്പയർ ചെയ്ത് എന്നെ എപ്പോഴും പഠിക്കണം. ഞാൻ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. Anatomical feature of a plant part are given below. Column keimatous hypodermis. Column keimatous ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ആണ്, ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ ആണ്. ഇതാണ് ഡൈക്കോട്ട് സ്റ്റെം ആണ് വരിക അല്ലെ. കാരണം ലാർജ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്യുന്ന റിംഗ് ആണ്. വാസ്കുലർ ബണ്ടിൽ കൺജോയിന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, എൻടാർക്ക് പ്രോട്ടോസൈലം ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇതുപോലെ ഫീച്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. പിന്നെ ഇതാ ഫോളോയിങ് ആർ ക്യാരക്ടേഴ്സ് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. ഐഡന്റിഫൈ ദ ക്യാരക്ടർ റൈറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് കോളം. ഇതുപോലെ 2 തരത്തിലുള്ള 4-5 ഫീച്ചേഴ്സ് തന്നിട്ട് ബോക്സ് ആക്കി കമ്പയർ ചെയ്ത് എഴുതാനും ചോദിക്കും. അപ്പൊ സ്ക്ലീറൻകൈമേറ്റസ് ഹൈപ്പോഡെർമിസ് എവിടെയാ വരിക, മോണോകോട്ട് സ്റ്റെം വരും. കോളം കൈമേറ്റസ് ഹൈപ്പോഡെർമിസ് ആണെങ്കിലോ ഡൈക്കോട്ട് സ്റ്റെം വരും. വാസ്കുലർ ബണ്ടിൽ കൺജോയിന്റ് ക്ലോസ്ഡ് ആണെങ്കിൽ മോണോകോട്ട് സ്റ്റെം, വാസ്കുലർ അറേഞ്ച്ഡ് റിംഗ് ആണെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം. കറക്റ്റ് അല്ലേ? യെസ്. ഈ രീതിയിൽ വേണം നിങ്ങൾ എഴുതി പഠിക്കാൻ. പോയിന്റ്സ് എവിടെ കണ്ടാലും അത് ഏതിൻ്റെ ആണെന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് എളുപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 4ൻ്റെയും ഏറ്റവും യുണീക്ക് ഫീച്ചേഴ്സ് പഠിക്കുക. ഇപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം ആണെങ്കിൽ ഓർത്ത് വെക്കുക, ബ്രോക്കൺ റിംഗ് ആയിട്ടാണ് വാസ്കുലർ ബണ്ടിലുള്ളത്. ആൻഡ് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ കോർട്ടക്സ് ഡിഫറൻഷിയേറ്റഡ് ആണ്. ഇനി നമ്മൾ മോണോകോട്ട് സ്റ്റെമ്മിലേക്ക് വരുമ്പം സ്കാറ്റേർഡ് ആയിട്ട് വാസ്കുലർ ബണ്ടിൽ കാണാം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. ഇനി നമ്മൾ റൂട്ട് പഠിച്ചപ്പോഴാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോളിഗണൽ ഷേപ്പിൽ വളരെ 2-4 പാച്ചസ് ആയിട്ട് കാണുമെങ്കിൽ അത് ഡൈക്കോട്ട് റൂട്ടാണ്. മോണോകോട്ട് റൂട്ട് ആണെങ്കിൽ കുറേ സൈലം ആൻഡ് ഫ്ലോയിങ് പാച്ചസ് കാണാം, മാത്രമല്ല റൗണ്ട് ഷേപ്പിലാണുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിച്ചു വെക്കാൻ.
സോ ഇനി നമ്മൾ സ്റ്റെം കഴിഞ്ഞു, അടുത്തത് നമ്മൾ ലീഫിലേക്ക് പോകാൻ പോവാണ്. ഡൈക്കോട്ടിലിഡൻസ് ലീഫ് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫ് എന്നും പറയും. ആ പേര് തമ്മിൽ മാറിപ്പോകണ്ട. വെർട്ടിക്കൽ സെക്ഷനിൽ നമുക്ക് എപ്പിഡെർമിസ്, മീസോഫില്, വാസ്കുലാർ സിസ്റ്റം, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എപ്പിഡെർമിസിലേക്ക് വരുമ്പം അഡാക്സിയൽ എപ്പിഡെർമിസ്, അബാക്സിയൽ എപ്പിഡെർമിസ് കാണാം. അഡാക്സിൽ എന്ന് പറയുന്ന അപ്പർ സർഫസിലാണ്. ലീഫ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സൺലൈറ്റിന്റെ ഭാഗം, സൺലൈറ്റ് എത്തുന്ന ഭാഗമാണ് അപ്പർ സർഫസ്, ദാറ്റ് ഇസ് അഡാക്സിയൽ എപ്പിഡെർമിസ്. താഴെ ഭാഗമാണ് എന്ത് ലീഫിന്റെ അബാക്സിയൽ എന്ന് പറയുന്നത്. സോ അബാക്സിയൽ ബിലോ എന്ന് ഓർത്ത് വെക്കുക. അബാക്സിയൽ ലോവർ സർഫസ് ആണ്. അഡാക്സിയൽ എപ്പിഡെർമിസ് കോൺസ്പിക്ഷ്യസ് ക്യൂട്ടിക്കൾ നമുക്ക് കാണാം. ലെസ് സ്റ്റൊമാറ്റ വളരെ കുറവാണ്. അബാക്സിയലിലേക്ക് വരുമ്പോൾ കോൺസ്പിക്ഷ്യസ് ക്യൂട്ടുകൾ നമുക്ക് കാണാം, മോർ സ്റ്റൊമാറ്റ. അബാക്സിയൽ അടിഭാഗത്ത് കുറേ സ്റ്റൊമാറ്റ നമുക്ക് കാണാനും പറ്റും. ഇത് തമ്മിലൊന്ന് കമ്പാരിസൺ മനസ്സിലാക്കാം. ഇനി നമ്മൾ പറഞ്ഞു ലീഫിലെ കോർട്ടക്സ് റീജിയനിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് മീസോഫിൽ. The tissue between upper and lower epidermis made up of thin-walled parenchyma with chloroplast. ഇവിടെ നമുക്ക് തിൻ വോൾഡ് ആയിട്ടുള്ള പാരൻകൈമയാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രസൻസും കാണാം. ആൻഡ് ഇറ്റ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ ഫോട്ടോസിന്തസിന് പ്രധാന റോള് വഹിക്കുന്ന ആളാണ് മീസോഫിൽ ടിഷ്യൂസ്. ഇനി 2 ടൈപ്പ് മീസോഫിൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന് പാലിസൈഡും രണ്ടാമത്തേത് സ്പോഞ്ചിയും. പാലിസൈഡ് എന്ന് പറയാൻ കാര്യം, പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി. പാലിസൈഡ് എന്ന് പറയുമ്പോൾ എപ്പിഡെർമിസിന്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ബാരൽ ഷേപ്പിലാണ് കാണുക. അതിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റും ഇതുപോലെ കാണാൻ പറ്റും. സ്പോഞ്ചി ആവുന്ന സമയത്ത് റൗണ്ട് പാരൻകൈമറ്റ സെല്ലാണ്. ഇങ്ങനെയാണ് സ്പോഞ്ചി മീസോഫില് കാണുക. സോ പാലിസൈഡ് എന്ന് പറയുമ്പോൾ അഡാക്സിലി അപ്പർ സർഫസിലാണുള്ളത്. ഇലോങ്ങേറ്റഡ് സെല്ലാണ്. അറേഞ്ച് വെർട്ടിക്കലി ആൻഡ് പാരലൽ ടു ഈച്ച് അതറാണ്. പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പോഞ്ചിയുടെ പ്രത്യേകത, ബിലോ പാലിസൈഡ് സെല്ലാണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിട്ടാണ് കാണാം. ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. ഇന്റർസെല്ലുലർ സ്പേസ് ഇഷ്ടം പോലെ നമുക്ക് കാണാനും പറ്റും. ഇനി ലീഫിന്റെ വാസ്കുലർ ടിഷ്യൂസിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ലീഫിന്റെ സ്ട്രക്ചർ. അഡാക്സിയൽ സർഫസ്, അബാക്സിയൽ സർഫസ്, പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ, ഇടയിൽ കുറേ സ്പേസസ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇനി വാസ്കുലർ ബണ്ടിൽസ് കാണാം. വെയിൻസ് ആൻഡ് മിഡ്രിബിലാണ് വാസ്കുലർ ബണ്ടിൽ നമ്മൾ കാണുക. സൈസ് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് വെയിൻ. വെയിനിന്റെ സൈസിനനുസരിച്ചാണ് വാസ്കുലർ ബണ്ടിലെ സൈസ് ഉണ്ടാവുക. സറൗണ്ടഡ് ബൈ ലെയർ ഓഫ് തിക്ക് വാൾഡ് ബണ്ടിൽ ഷീറ്റ്. ലീഫിൽ നമുക്ക് വാസ്കുലർ ബണ്ടിലിന് ചുറ്റുമായിട്ട് ബണ്ടിൽ ഷീറ്റ് കാണാൻ പറ്റും. ഇതെന്തായാലും പഠിച്ചു വെക്കണം, ബണ്ടിൽ ഷീറ്റിന്റെ പ്രസൻസ് കേട്ടോ. ആൻഡ് ഇതാണ് ഡൈക്കോട്ട് ലീഫിന്റെ സ്ട്രക്ചർ, ഡോർസി വെൻട്രൽ ലീഫിന്റെ അനാട്ടമി. നമ്മൾ മോണോകോട്ട് ലീഫിലേക്ക് വരുമ്പോഴോ എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലർ സിസ്റ്റം കാണാൻ പറ്റും. സ്റ്റൊമാറ്റ 2 സർഫസിലും ഉണ്ട്. പ്രസൻസ് ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് ഓൺ അഡാക്സിയൽ സർഫസ്, ബുള്ളിഫോം സെൽ. മോണോകോട്ട് സ്റ്റെമ്മിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ബുള്ളിഫോം സെൽസ് നമുക്ക് കാണാൻ പറ്റുന്നു. ഇറ്റ് ടർജിഡ് ലീഫ് സർഫസ് ഈസ് എക്സ്പോസ്, ഫ്ലാസിഡ് ലീവ്സ് കേൾ ഇൻവേർഡ്. ലീഫിനെ വെള്ളം പുറത്തോട്ട് കളയാനായിട്ട് അല്ലെങ്കിൽ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെല്ലാണ് ബുള്ളിഫോം സെൽ. അതിനനുസരിച്ച് ലീഫിനെ കേൾ ചെയ്യാനും ലീഫിനെ ഫ്ലാസിഡ് ആക്കാനും സഹായിക്കുന്നതാണ് ഈ ബുള്ളിഫോം സെൽ. ഗ്രാസസിലൊക്കെ മോണോകോട്ട് ലീഫിന്റെ പ്രത്യേകതയാണ് ബുള്ളിഫോം സെൽ. ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. ഈ മോണോകോട്ട് ലീഫിലേക്ക് വരുമ്പം നമുക്കിതാ ഓൺലി മീസോഫിൽ, അതിനെ പ്രത്യേകം പാലിസൈഡ് എന്നോ സ്പോഞ്ചി എന്നോ ക്ലാസിഫിക്കേഷൻ ഇല്ല. വാസ്കുലർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ സിമിലർ സൈസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ എക്സെപ്റ്റ് ഇൻ മെയിൻ വെയിൻ. അതായത് മോണോകോട്ട് ലീഫ് നമ്മൾ മോർഫോളജി പഠിച്ചിരുന്നു ഓൾറെഡി. പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓ മൈ ഗോഡ്, എന്താണ് ഇവിടെ ലീഫ് വരയ്ക്കാം. ഇതൊരു മെയിൻ റിബ്, മിഡ് റിബ്, പിന്നെ ഇതിനോട് പാരലൽ ആയിട്ടാണ് എന്ത് പോകുന്നത്, ലൈൻസ് പോകുന്നത്. അപ്പൊ അവിടെ മാത്രമായിട്ട് ഒരേ ലെവലിൽ നമുക്ക് എന്ത് കാണാൻ പറ്റൂ, വാസ്കുലർ ബണ്ടിൽസ് കാണാൻ പറ്റും. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, സിമിലർ സൈസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ എക്സെപ്റ്റ് ഇൻ മെയിൻ വെയിൻസ്. മെയിൻ വെയിൻസ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഒരേ സൈസിൽ പാരലൽ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അഡാക്സിയൽ സർഫസിലും അബാക്സിയൽ സർഫസിലും സ്റ്റൊമാറ്റ കാണാം. ബുള്ളിഫോം സെല്ലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഈ എപ്പിഡെർമിസ് കഴിഞ്ഞ് താഴെ കാണുന്ന ഈ സെല്ലിനെയാണ് നമ്മൾ ബുള്ളിഫോം സെൽ എന്ന് പറയുന്നത്. ഇവിടെ സൈലം കാണാം, മീസോഫിൽ സെല്ല് കാണാം, ഫ്ലോയും ഇതാ ഇവിടെ വരുന്നു. ഈ രീതിയിലാണ് എന്താ മോണോകോട്ട് ലീഫ് നമ്മൾ കാണാം. മോണോകോട്ട് ലീഫിന്റെ മറ്റൊരു പേര് ഐസോബൈലാറ്ററൽ ലീഫ് എന്നാണ്. ഓക്കെ,
സോ ഈ രീതിയിലാണ് അനാട്ടമി നമ്മൾ പഠിച്ചത്. അനാട്ടമി ഓഫ് സ്റ്റെം പഠിച്ചു, റൂട്ട് പഠിച്ചു ആൻഡ് ലീഫ് പഠിച്ചു. ഇനി ടിഷ്യൂ നോക്കാം. ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ 2018 ക്വസ്റ്റ്യൻ ആണ്. ടിഷ്യൂ ഫൗണ്ട് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഓഫ് ലീഫ് ഇസ് കോൾഡ് മീസോഫിൽ. റൈറ്റ് ദ ടൈപ്പ് ഓഫ് സെൽ ഫൗണ്ട് ഇൻ ദിസ് ടിഷ്യൂ. മെൻഷൻ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് ലീഫ്. നമ്മൾ ഡൈക്കോട്ട് ലീഫിൽ കാണുന്നത് ഏതാണ്? പാലിസേഡ് ആൻഡ് സ്പോഞ്ചി ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഡൈക്കോട്ട് ലീഫ് എന്ന് പറയുമ്പോൾ അബാക്സിയൽ എപ്പിഡെർമിസ് ജനറലി ബെയർ മോർ സ്റ്റൊമാറ്റ. മോണോകോട്ട് ലീഫിലോ രണ്ടിടത്തും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി മീസോഫിൽ ഹാസ് 2 ടൈപ്സ് സെൽ, പാലിസേഡ് ആൻഡ് സ്പോഞ്ചി. ഇപ്പുറത്തോ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല, സെയിം ആയിട്ടാണ് നമുക്ക് കാണുന്നത്, നോ ഡിഫറൻഷിയേഷൻ. ആൻഡ് സൈസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ വേരി വിത്ത് സൈസ് ഓഫ് വെയിൻ. പക്ഷെ മോണോകോട്ടിലേക്ക് വരുമ്പോഴോ ബുള്ളിഫോം സെല്ല് കാണാം. ആൻഡ് എക്സെപ്റ്റ് മെയിൻ വെയിൻസ് വാസ്കുലർ ബണ്ടിൽ ആർ നിയർലി സിമിലർ സൈസ്. മെയിൻ വെയിൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സിമിലർ സൈസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഒബ്സർവ് ദ ടിയേഴ്സ് ഓഫ് എ ലീഫ് ഗിവൺ ബിലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2019 മോഡൽ ക്വസ്റ്റ്യൻ വന്നതാണ്. ലേബൽ എ, ബി ആൻഡ് സി. ഈസി ആയിട്ട് ലേബൽ ചെയ്യാം. എ എന്ന് പറയുന്നത് എന്താണ്? പാലിസേഡ് മീസോഫിൽ ടിഷ്യൂ ആണ്. ബി എന്ന് പറയുന്നതോ സ്പോഞ്ചി മീസോഫിൽ ടിഷ്യൂ ആണ്. സി എന്ന് പറയുന്നതോ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ സ്റ്റോമ എന്ന് നമുക്ക് പറയാം. ഓപ്പണിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് ഏത് ലീഫാണെന്നാണ് രണ്ട് ഡിഫറൻഷിയേഷൻ കണ്ടാൽ ഉറപ്പായിട്ട്. പാലിസൈഡ് സ്പോഞ്ചിയും കണ്ടാൽ ഇത് ഓർത്തോളാം, ഡോർസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഡൈക്കോട്ടിലഡൻസ് ലീഫ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി വാട്ട് ആർ ബുള്ളിഫോം സെൽ? മെൻഷൻ ദെയർ ഫംഗ്ഷൻ. 2022 മോഡലിൽ വന്നാണ്. ബുള്ളിഫോം സെല്ല് നമ്മൾ മോണോകോട്ട് ലീഫിന്റെ പ്രത്യേകതയാണെന്ന് പഠിച്ചിരുന്നു. സോ ദേ ആർ ലാർജ് എംപ്റ്റി കളർലെസ് സെൽ ഫൗണ്ട് ഇൻ ദി അപ്പർ എഡാക്സിയൽ എപ്പിഡെർമിസ് അലോങ് ദ വെയിൻ. മൊണോകോട്ട് ലീഫിന്റെ അപ്പർ എഡാക്സിയൽ സർഫസിലെ എപ്പിഡെർമിസിന്റെ താഴെയായിട്ട് കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാർജ് എം ഡി സെല്ലാണ് എന്ത്? ബുള്ളിഫോം സെൽ. When bulliform cell absorb water and they are turgid, leaf surface is exposed. When they are flaccid due to water loss, they make leaves curl inwards to minimize water loss. അപ്പോൾ വെള്ളമുള്ള സമയത്ത് എന്ത് ചെയ്യും? അത് പുറത്തോട്ട് വരും. എന്നാൽ വളരെ വെള്ളം കുറവാണ്, അതിനെ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യേണ്ട സമയത്ത് ലീഫ് കേൾ ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ബുള്ളിഫോം സെൽസ് ആണ്. ബുള്ളിഫോം സെല്ലിൽ ഒരു 2 മാർക്കിന് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നതാണ്, എഴുതാൻ പഠിച്ചു വെക്കാം. സോ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2023 ഇംപ്രൂവ്മെന്റിൽ വന്നതാണ്. നെയിം ദ വാക്സി തിക് ലെയർ സീൻ ഓവർ ദ എപ്പിഡെർമിസ് വിച്ച് പ്രിവെന്റ് ദ ലോസ് ഓഫ് വാട്ടർ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഏതാ? നമ്മുടെ ക്യൂട്ടിക്കൽ ആണ് അല്ലെ? ക്യൂട്ടിക്കൽ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റൊമാറ്റോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷേപ്പ് ഓഫ് ഗാർഡ് സെൽ ഓഫ് ദ ഡൈക്കോട്ട് പ്ലാന്റ് ആൻഡ് മോണോകോട്ട് പ്ലാന്റ്? ഒന്ന് റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റൊമാറ്റോ. നമുക്കറിയാം എന്തൊക്കെയാണ്. നമ്മൾ ഇത് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ട്രാൻസ്പിരേഷനും അതുപോലെ തന്നെ രണ്ടാമത് ഹെൽപ്പ് ചെയ്യുന്നത് ഗ്യാസ് എക്സ്ചേഞ്ചുമാണ്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഗാർഡ് സെൽ ഡൈക്കോട്ടിലാണ് എങ്കിൽ ബീൻ ഷേപ്ഡ് അല്ലെങ്കിൽ കിഡ്നി ഷേപ്പാണ്. ഗ്രാസസ് മോണോകോട്ട് ആണെങ്കിൽ അതെന്താണ്? ഡംബൽ ഷേപ്പിലാണ് കാണുന്നത്. അപ്പോൾ ഷേപ്പിന്റെ ഡിഫറൻസ് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി ഇതാ ഞാൻ മുന്നേ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ, ആൻസർ ദ ഫോളോയിങ്. ഇതിൽ എ ബി എന്താണെന്നാണ്. നെയിം ദ പാർട്സ് എ ആൻഡ് ബി. ബി എന്ന് പറയുന്നത് ഗാർഡ് സെൽ ആണ്. ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്? എപ്പിഡെർമസ് സെൽ അല്ല. ഓക്കെ, എ എന്ന് പറയുന്നത് സബ്സിഡറി സെൽ. ഇത് ഗാർഡ് സെൽ, ഇതിന് തൊട്ട് പുറമേ ഉള്ളത് സബ്സിഡറി സെല്ലാണ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? ഒന്ന് സബ്സിഡറി സെല്ല് വരും, പിന്നെ വരുന്നത് ഏതാണ്? ഗാർഡ് സെല്ലാണ്. പിന്നെ വരുന്നതോ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് എന്ന് നമ്മൾ പറയുന്നു. സ്റ്റോമ. ഇത് മൂന്നും കൂടി ചേർന്നതാണ് എന്ത്? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സ്റ്റെം ആൻഡ് റൂട്ടിന്റെ ഡിഫിക്കൻഷൻ നമ്മൾ പറഞ്ഞു. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഗിവൺ ബിലോ ആൻഡ് ലേബൽ ദ പാർട്ട്. ആദ്യം നമുക്കറിയാം ഇത് കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലാണ്. എ എന്ന് പറയുന്നത് കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്. രണ്ടാമത്തേതോ കൺജോയിന്റ് ഓപ്പൺ ആണ്. ഇത് രണ്ടും വാസ്കുലർ ബണ്ടിൽ ഐഡന്റിഫൈ ചെയ്തു. ഇനി 1, 2, 3, 4. 1 എന്താണ്? ഫ്ലോയമാണ്. 2 സൈലമാണ്. 3 ഫ്ലോയമാണ്. 5 സൈലമാണ്. 4 എന്ന് പറയുന്നത് ക്യാമ്പിയമാണ്. ഈ രീതിയിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും കൂടെ നിങ്ങൾ പഠിക്കാം. അടുത്തത് ഒബ്സർവ് ദ ടിയേഴ്സ് ഓഫ് ലീഫ് ഗിവൺ ബിലോ. ലേബൽ എ ബി സി. നമ്മൾ മുന്നേ കണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എ എന്ന് പറയുന്നത് പാലിസൈഡ് ആണ്. ബി എന്ന് പറയുന്നത് സ്പോഞ്ച് മീസോഫിൽ ആണ്. സി എന്ന് പറയുന്നത് സ്റ്റോമയാണ്. ഈ ഒരു ലീഫ് ഏതാണ്? ഡൈക്കോട്ട് ലീഫ് ആണ്. ഇനി ഫോളോയിങ് ആർ ദ ഡയഗ്രാം ഷോയിങ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. ഏതാണ് തന്നിട്ടുണ്ട്? റൈറ്റ് 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് തന്നെ ഡിഫറൻസസ് എഴുതാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ നോക്കാം.
എയിൽ സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽ കാണാം, ബിയിൽ ബ്രോക്കൺ റിംഗ് വാസ്കുലർ ബണ്ടിലാണ്, ബിയിൽ ലാർജ് പിത്ത് നമുക്ക് കാണാം. ആൻഡ് ഓൾസോ നമുക്ക് കോട്ടക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്, മോണോകോട്ട് സ്റ്റെം, ഡൈക്കോട്ട് സ്റ്റെം കൺജോയിന്റ് ഓപ്പൺ ആണ്. ട്രൈക്കോംസ് എവിടെയില്ല, മോണോകോട്ടിലില്ല, നമുക്ക് ഡൈക്കോട്ടിൽ ട്രൈക്കോംസ് പ്രസന്റ് ആണ്. ഇത്തരത്തിൽ കുറെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരികയാണ്, അതിന്റെ ആൻസർ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുന്നതും അതുപോലെ തന്നെ സ്റ്റാർച്ച് ഷീത്ത് കാണുന്നതും, ഇത് രണ്ടും കാണുന്നത് ഏത് അനാട്ടമിയൽ ഫീച്ചറിലാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റെമ്മാണോ റൂട്ടാണോ സ്റ്റെമ്മിന്റെ എവിടെയാണ് കാണുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസും അതുപോലെ തന്നെ വൺ ഷോട്ട് റിവിഷനും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. Till then, bye-bye. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ എൻഗെയിം ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാം. December 1 മുതൽ നമ്മൾ റിവിഷൻ ക്ലാസ് ഒക്കെ ആരംഭിക്കുകയാണ്. സോ ഒട്ടും സമയം കളയാതെ തന്നെ വേഗം നമ്മുടെ ബാച്ചിലേക്ക് വരിക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ബൈ.